കേരളം വിട്ടാൽ സി പി എമ്മിൻ്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ബംഗാളിലൊക്കെ സി പി എം വലിയ രീതിയിൽ മത്സരം അല്ലെങ്കിൽ ആവേശത്തോടെ മത്സരിച്ചിരുന്നു. അവിടെയൊക്കെ എന്തായിരിക്കും ഒരു നമ്മൾ കാണേണ്ടത് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലത്. ഇപ്പോൾ ഏറ്റവും അക്രമാസക്തമായ രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് പടിഞ്ഞാറൻ ബംഗാളിലെ എല്ലാ ഘട്ടത്തിലും 7 ഘട്ടത്തിലും അവിടെ അക്രമങ്ങൾ, ബൂത്ത് പിടുത്തം ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ കാണേണ്ടത് ബംഗാളിൻ്റെ ഒരു അന്തരീക്ഷം എന്നത് ജനങ്ങൾക്ക് സ്വതന്ത്രമായ രൂപത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കാനും വോട്ട് രേഖപ്പെടുത്താനും കഴിയുന്ന തരത്തിലുള്ളതല്ല. ഭരണ മെഷീനറി ആകെ തന്നെ പൂർണ്ണമായും സംസ്ഥാനത്തിലെ ഭരണകക്ഷിക്ക് വിധേയമായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണിത്. പോലീസ് സംവിധാനം പോലും ആ നിലയിലാണ്. അപ്പോൾ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനുള്ള പരിമിതികളുണ്ട്. എന്നാൽ ഇത്തവണത്തെ പ്രത്യേകത കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഗുണ്ട ആക്രമണത്തെയും അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അടിച്ചമർത്തലിനെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വലിയ തോതിൽ പുറത്തു വന്നു എന്നുള്ളതാണ്. മറ്റേത് അതില്ല, നമുക്ക് പുറത്തിറക്കാൻ കഴിയില്ല. ഇത്തവണ ജനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പല സ്ഥലത്തും അവരതിനെ ചെറുത്ത് നിന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയം. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവിടെ ചെങ്കൊടി പാറില്ല എന്ന് പറഞ്ഞിടത്ത് 10,000-കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി വന്ന് CPIM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഒക്കെ അവിടുത്തെ ഇടതുപക്ഷ മുന്നണിയുടെയും പ്രചരണ പ്രവർത്തനങ്ങളിൽ സന്നിഹിതരായിട്ടുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇതിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി വലിയ മുന്നേറ്റം വോട്ടിങ്ങിൻ്റെ മേഖലയിൽ ഇടതുപക്ഷ മുന്നണിക്കുണ്ടാവും. ഏതാനും സീറ്റുകളിൽ ഇടതുപക്ഷ മുന്നണി വിജയിക്കുകയും ചെയ്യും. അത് ജനാധിപത്യപരമായ ഒരു തിരിച്ചുവരവിന് ബംഗാളിനെ സഹായമാക്കുന്നതാണ്. ഇതിനെ നേരിടാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകാൻ അവിടുത്തെ ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത്തവണ സാധിച്ചിട്ടുണ്ട്.